തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയ് നായകനാകുന്ന ജനനായകൻ എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് ഒടുവിൽ പ്രദർശനാനുമതി നൽകി. 7 മാസത്തോളം നീണ്ട നിയമപോരാട്ടങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷമാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിന് എക്സ് ഓഫേ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച 12 കട്ടുകൾ വരുത്തിയ ശേഷമാണ് ചിത്രം പ്രദർശനത്തിനൊരുങ്ങുന്നത്. ചിത്രത്തിന്റെ ആകെ ദൈർഘ്യം 3 മണിക്കൂർ 3 മിനിറ്റായി തുടരും. TVK പരാമർശങ്ങൾ. സിനിമയിലെ സംഭാഷണങ്ങളിലും ദൃശ്യങ്ങളിലും വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം ഈ TVK എന്നതിനെ സൂചിപ്പിക്കുന്ന എല്ലാ പരാമർശങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുകയോ മ്യൂട്ട് ചെയ്യുകയോ ചെയ്തു. അംബേദ്കർ നിയമം മുതൽ TVK നിയമം വരെ എന്ന സംഭാഷണത്തിലെ TVK എന്ന വാക്ക് നീക്കം ചെയ്തു. അംബേദ്കറുടെ ചിത്രം വരുന്ന പുസ്തകത്തിന്റെ കവർ പേജിലും സംഭാഷണങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പതാക നിലത്തു വീഴുന്നതായി കാണിക്കുന്ന രംഗം പൂർണ്ണമായും ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തു. മതപരമായ പരാമർശങ്ങൾ, ഭാഗവതം, രംഗനാഥർ, OM എന്നീ വാക്കുകൾ വരുന്നത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിലുവയ്യ, കുരിശ് എന്ന വാക്കും ഒഴിവാക്കി. ഒരു കുട്ടിയെ ചുട്ടുകൊല്ലുന്ന ദൃശ്യങ്ങൾ ഒഴിവാക്കി. പകരം മറ്റൊരു ദൃശ്യം ഉൾപ്പെടുത്തി. സദ്ദാം ഹുസൈന്റെ വധശിക്ഷയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തു. ന്യൂ ഇന്ത്യ എന്ന വാക്ക് ഒഴിവാക്കി. ഇന്ത്യയെ എന്റെ കാൽക്കൽ വീഴ്ത്തും എന്ന ഡയലോഗ് മ്യൂട്ട് ചെയ്തു. ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസ് ബാഡ്ജ് അനാദരവായി കാണിക്കുന്ന ദൃശ്യം ഒഴിവാക്കി. പകരം മറ്റൊന്ന് ഉൾപ്പെടുത്തി. ചില അസഭ്യ വാക്കുകൾ, ഉദാഹരണത്തിന് തെവിടിയ പയ്യ, ഒത്ത മ്യൂട്ട് ചെയ്തു. ഷീല റാണി എന്ന പേര് സിനിമയിൽ വരുന്നിടത്തെല്ലാം മാറ്റിയിട്ടുണ്ട്. KVN പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത്. ജൂലൈ 24 ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.